ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം ചായക്കൊപ്പമോ വിശേഷിച്ച് ആരെങ്കിലും വീട്ടിലൊക്കെ വരുന്ന സമയങ്ങളിൽ അവർക്ക് കുറിക്കാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്ന് തോന്നാറില്ലേ, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഈ പീനട്ട് മസാല. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിലെ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. വളരെ കുറച്ച് ചേരുവകളും എന്നാൽ ചടപടിയെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ ഇത്. അതിന് വേണ്ടിയിട്ട് ഇതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടതാണ് കപ്പലണ്ടി, നിലക്കടല. ഞാനിപ്പോൾ പച്ച നിലക്കടലാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ വറുത്ത നിലക്കടല ഉണ്ടെങ്കിൽ അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പച്ച നിലക്കടല ആയതിൻ്റെ പേരിൽ നമുക്കിതൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. 250 ഗ്രാം അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് കപ്പലണ്ടി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കൈവച്ചൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കഴുകിയെടുക്കാം. ഇതുപോലെ ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതിയാവും. പിന്നീട് നമ്മളിത് കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1-2 വെള്ളത്തിൽ നമ്മൾ ഒന്ന് കഴുകിയേക്കണം കേട്ടോ. അതിനുശേഷം ഈ കംപ്ലീറ്റ് വെള്ളം മാറ്റിയിട്ട് നമുക്കിത് അരിപ്പയിലേക്ക് എടുക്കാം. ഇതാ നമ്മുടെ കപ്പലണ്ടി എല്ലാം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റി ഒന്ന് വാർന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട കാര്യമാണ്, ഇനി നമുക്ക് വേണ്ടത് ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു അല്പം മാത്രം എണ്ണ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരു 2 ടീസ്പൂൺ അളവിൽ മതിയാവും. അതിനുശേഷം നമ്മളിതാ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ നിലക്കടലെല്ലാം ചേർക്കാം. ഇനി വേണ്ടത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കണം. ഈ കംപ്ലീറ്റ് ഇപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, ആ വെള്ളമൊക്കെ ഒന്ന് മാറി കിട്ടണം. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി നിൽക്കേണ്ട, അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലും വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതെല്ലാം കൂടി ഒന്ന് റോസ്റ്റായി കിട്ടിക്കോളും. നമ്മുടെ വീട്ടിലെ അംഗങ്ങൾക്ക് അനുസരിച്ചിട്ട് നമുക്ക് കപ്പലണ്ടിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അതായത് ഒരു അരക്കപ്പ് അളവ് കപ്പലണ്ടിയിൽ പോലും നമുക്കിതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കുറച്ച് സമയം നമ്മൾ ഇതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ നിലക്കടലയുടെ ആ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഇതുപോലെ ഇങ്ങനെ ലൈറ്റായിട്ടുള്ള ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ വരും. അപ്പോഴത്തേക്കും നല്ലതുപോലെ നമ്മുടെ നിലക്കടല വെന്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ കുറച്ച് ക്രിസ്പി ആയി തുടങ്ങും. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ചാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. കാരണം ഇപ്പോൾ നമ്മുടെ കപ്പലണ്ടിയൊക്കെ നല്ല ചൂടാണ്. ഇതിലേക്കാണ് മസാലകൾ ചേർക്കേണ്ടത്. ഫസ്റ്റ് നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ അളവിലാണ് മുളക് പൊടി ചേർക്കുന്നത്. അധികം എരിവില്ലാത്ത മുളക് പൊടി ആയതിൻ്റെ പേരിലാണ്. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ തന്നെ മതിയാവും. അതുപോലെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി. ഈ കുരുമുളക് പൊടിയും മുളക് പൊടിയും എല്ലാം ചേർക്കുന്നത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. കൂടെ തന്നെ അതുപോലെ പിന്നെ വേണ്ടതാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതും കൂടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 പിഞ്ച് അളവിൽ കായപ്പൊടിയും കൂടിയാണ്. നമ്മുടെ സാധാരണ സാമ്പാർ കായപ്പൊടി ഉണ്ടല്ലോ, അത് തന്നെയാണ്. ഒരല്പം കായപ്പൊടി മിക്സ് ചെയ്യാതെ നമ്മളൊന്ന് ചേർത്തേക്കണം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നമ്മുടെ ഈ കപ്പലണ്ടിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ്. ഉപ്പ് ഫസ്റ്റിലേ ചേർത്തിട്ട് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കപ്പലണ്ടി എല്ലാം നല്ല ചൂടാണ്. അതിൻ്റെ പേരിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മസാലയുടെ ആ ഒരു പച്ച ടേസ്റ്റ് എല്ലാം മാറി കിട്ടിക്കോളും. ഒരുപാട് സമയത്ത് നമ്മൾ വറുക്കാൻ വേണ്ടി നിൽക്കരുത്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മസാലയൊക്കെ പെട്ടെന്ന് അങ്ങനെ കരിഞ്ഞു പോകും കേട്ടോ. കാരണം മസാല മാത്രമേ നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. ഒരു 30 സെക്കൻഡ് മാത്രം നല്ലതുപോലെ ഒന്ന് വറുത്ത് കൊടുത്താൽ മതിയാവും. ഫ്ലെയിം ഞാനിപ്പോൾ ലോയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. സിമ്മിൽ തന്നെ ഇട്ടിട്ട് വേണം വറുക്കാനായിട്ട്, മീഡിയം ഫ്ലെയിമിൽ വെക്കരുത്. അപ്പോൾ ഇതുപോലെ ഇത്രയും ഒന്ന് വറുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ട കാര്യമാണ് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം. ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് നമുക്കൊന്ന് മാറ്റാം. നമ്മുടെ കപ്പലണ്ടി എല്ലാം ഞാനിപ്പോൾ ഇതുപോലൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ആ കടായിൽ തന്നെ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മസാലകളെല്ലാം വീണ്ടും ഒന്ന് കരിഞ്ഞു തുടങ്ങും. അതിൻ്റെ പേരിലാണ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം വലിയ സവാളയിൽ ഒരു സവാള ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം വേണ്ടി വരും. 250 ഗ്രാം അളവിലാണ് നമ്മളിപ്പോൾ കപ്പലണ്ടി എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് വലിയ തക്കാളിയിൽ ഒരു തക്കാളി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അതും കൂടി.
ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. മല്ലിയിലേക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു പകുതി അളവിൽ നാരങ്ങ നീര് കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നാരങ്ങ ജ്യൂസ് വന്നിട്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട്, അതായത് നമുക്ക് എത്രത്തോളം പുളി വേണമോ അതിനനുസരിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഈ പകുതി അളവിലുള്ള നാരങ്ങ തികയില്ല, അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു പകുതി നാരങ്ങ കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. കൂടെ തന്നെ പിന്നീട് നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചാറ്റ് മസാലയും കൂടി. ചാറ്റ് മസാല ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ഫൈനലി ഇതിലേക്ക് പിന്നെ നമുക്ക് വേണ്ടതാണ് 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും കൂടി. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ടൊമാറ്റോ സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ പകരം ഒരു 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കാം. അപ്പോഴത്തേക്കും ചെറിയൊരു സ്വീറ്റ്നെസ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ദാ ഇതുപോലെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പീനട്ട് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയായിരിക്കുമല്ലോ, ഇങ്ങനെ നാവിൽ കപ്പലോടുന്ന രുചിയിൽ വളരെ ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. ഉറപ്പായിട്ട് ഇതുവരെയും കപ്പലിൻ്റെ വെച്ചിട്ട് ഇതുപോലെ ഒരു പീനട്ട് മസാല തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കൂടെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കൊടുക്കാൻ ആരും മറക്കരുത്. കാരണം നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ് അപ്പോൾ ഒരു പ്രചോദനം ഉണ്ടാകുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.